6000 വർഷമായിട്ട് ഒരുവന്റെ മരണം ലോകത്തിൽ പ്രസംഗിക്കുന്നുവെങ്കിൽ മരണത്തിന്റെ മഹത്വം എന്താണ്? നോക്കൂ പ്രിയപ്പെട്ടവരെ, കാരണമുണ്ട്. മനുഷ്യർ പാപികളാണ്. പാപികൾ എന്ന് പറഞ്ഞാൽ ദൈവം പാപമില്ലാത്തവരെന്നാണ് എന്റെ അർത്ഥം. പാപമില്ലാത്ത ഏക വ്യക്തി ദൈവം ആരാണെന്ന് അറിയാമോ? ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവന്. അതേ പ്രിയപ്പെട്ടവരെ, ആകാശത്തെയും ഭൂമിയെ സൂര്യചന്ദ്ര നക്ഷത്രാദികളെ സൃഷ്ടിച്ചവനാണ് ദൈവം. ആകാശവും ഭൂമിയും ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളവനാണ് ദൈവം. നാളെ ലോകാവസാനത്തിന് ശേഷം ഉള്ളവനുമാണ് ദൈവം. ദൈവം ലോകത്തിൽ ഭൂമിയിൽ വാസം ചെയ്യുന്നവനല്ല, ദൈവം സ്വർഗത്തിൽ വാസം ചെയ്യുന്നവനാണ്. എന്താണ് തെളിവ്? നമ്മൾ എല്ലാ ജാതി മതസ്ഥരും എന്താണ്, നമ്മൾ പള്ളികളിലോ ക്ഷേത്രങ്ങളിലോ ഒക്കെ പോയി തൊഴാറുണ്ട്. അവിടെയൊക്കെ നമ്മൾ തല കുമ്പിടാറുമുണ്ട്, കുരിശുമൂട്ടിലും തല കുമ്പിടാറുണ്ട്. എന്നാൽ നമ്മുടെ സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ എന്താണ്, ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആകാശത്തേക്ക് നോക്കി പറയും, എന്റെ ദൈവമേ രക്ഷിക്കണമെന്ന് പറയും. അപ്പോൾ തന്നെ നമ്മുടെ മനസാക്ഷി പറയുന്നു, ആ ദൈവത്തിന് നീ പേരിട്ടില്ല, ദൈവം സ്വർഗത്തിൽ ഉന്നതങ്ങളിൽ വാഴുന്നതാണെന്ന് നമ്മുടെ മനസാക്ഷി തന്നെ സാക്ഷ്യം പറയുന്നു. എന്നാൽ നമ്മൾ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ പോയിട്ട് ദൈവമേ എന്ന് ആരും വിളിക്കാറില്ല. അവിടെ ആയിരിക്കുന്ന മൂർത്തികളെ, അവിടെ ആയിരിക്കുന്ന ദേശാധിപതികളുടെ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. ദൈവമേ എന്ന് പറയുന്നത് മുമ്പിൽ ഒന്നുമില്ലാത്ത ശൂന്യാവസ്ഥയിൽ ആകാശത്തേക്ക് നോക്കിയാണെങ്കിൽ ദൈവം സ്വർഗത്തിൽ വാസം ചെയ്യുന്നു. അവന് നമ്മളെ പോലെ ഒരു രൂപമില്ല. അവൻ പ്രിയപ്പെട്ടവരെ, അവനെ നമ്മൾ കണ്ടിട്ടുമില്ല. എന്നാൽ തന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിഞ്ഞവൻ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു.